കായംകുളം നഗരത്തിലെ വീടുകളിൽ മോഷണവും മോഷണശ്രമവും ഉണ്ടായി. പുതിയിടം സെന്റ് മേരീസ് സ്കൂളിന് തെക്കുവശമുള്ള വീടുകളിലാണ് കവർച്ചയും കവർച്ചാ ശ്രമവും ഉണ്ടായത്. തറയിൽ ജോസ് എന്നയാളുടെ വീട്ടിൽ കയറി 6000-ഓളം രൂപയാണ് കവർന്നിരിക്കുന്നത്. എതിർവശമുള്ള വാസു നികേതൻ എന്ന വീടിനുള്ളിൽ കയറി മോഷണശ്രമം നടത്തി. കായംകുളം പുതിയിടം സെന്റ് മേരീസ് സ്കൂളിന് തെക്കുവശമുള്ള വീടുകളിലാണ് കവർച്ചയും കവർച്ചാശ്രമവും ഉണ്ടായത്. തറയിൽ ജോസ് എന്നയാളുടെ വീട്ടിൽ കയറി പണമാണ് മോഷ്ടിച്ചത്. മുൻവശത്തെ വാതിലിനോട് ചേർന്നുള്ള ജനാലയുടെ ചില്ല് തകർത്ത് താക്കോലെടുത്ത് വാതിൽ തുറന്ന് അകത്ത് കയറി ജോസിന്റെ ഷർട്ടിന്റെ പോക്കറ്റിൽ സൂക്ഷിച്ചിരുന്ന 6000-ഓളം രൂപയാണ് കവർന്നിരിക്കുന്നത്. കിടപ്പുമുറിയിലെ അലമാരകൾ തുറന്ന് പരിശോധിച്ച നിലയിലുമായിരുന്നു. പൊട്ടിയ ജനാല ചില്ലകൾക്കിടയിൽ മോഷ്ടാവിൻ്റേതെന്ന് കരുതുന്ന രക്തത്തിന്റെ പാടും കണ്ടെത്തിയിട്ടുണ്ട്. ഈ വീടിന്റെ എതിർവശമുള്ള വാസു നികേതൻ എന്ന വീടിനുള്ളിൽ കയറി മോഷണശ്രമം നടത്തി. മോഷ്ടാക്കൾ എത്തുന്ന സമയം വീട്ടുകാർ സ്ഥലത്തില്ലായിരുന്നു. ഇവിടുത്തെ CCTV ക്യാമറകൾക്കും കേടുവരുത്തി. DVR എടുത്തുകൊണ്ട് പോവുകയും ചെയ്തിട്ടുണ്ട്. ഒന്ന് ഇവിടെ ജോസഫിന്റെ വീട്ടിലാണ് കയറിയത്. അത് ഫ്രണ്ടിലെ കഥകിനോട് ചേർന്നുള്ള ഗ്ലാസ് പൊട്ടിച്ച് അകത്ത് കയറി ജോസഫിന്റെ ബെഡ്റൂമിൽ കയറിയിട്ട് പുള്ളിയുടെ പോക്കറ്റിൽ ഇരുന്ന പൈസ 5000 രൂപ ഉണ്ടായിരുന്നു. അതെടുത്തോണ്ട് പോയി. പിന്നെ മോൻ കുറച്ച് സോപ്പ് കൊറിയർ ചെയ്ത് കൊടുത്തിരുന്നു. ആ ബോക്സ് എല്ലാം പൊളിച്ചിട്ട് ആ സോപ്പുകളെല്ലാം കൊണ്ടുപോയി. വേറെ ഒരു കൊറിയർ ബോക്സ് ഉണ്ടായിരുന്നു, അത് പുസ്തകമായിരുന്നു. അതുകൊണ്ട് അത് പൊളിച്ചു. പുസ്തകമൊന്നും കൊണ്ടുപോയില്ല. പിന്നെ ഈ അടുത്ത വീട്ടിൽ ശാന്ത രാമകൃഷ്ണന്റെ പഴയ റിട്ടയർഡ് ആയിട്ടുള്ള AEO മരിച്ച രാമകൃഷ്ണൻ നായർ സാറിന്റെ വീട്ടിലാണ് കയറിയത്. അവിടുത്തെ ഫ്രണ്ട് കതവ് മുതൽ എല്ലാ കതവും പൊളിച്ചിട്ടിരിക്കുകയാണ്. എന്തൊക്കെ പോയിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല. അവിടെ ക്യാമറ ഉള്ളതായിരുന്നു. ഫ്രണ്ടിലെ ക്യാമറ ഊരി കസേരയിൽ താഴെ അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. ഹാർഡ് ഡിസ്കും എല്ലാം കൊണ്ടുപോയിട്ടുണ്ട്. മറ്റെന്തെങ്കിലും കൊണ്ടുപോയിട്ടുള്ളതായിട്ട് ചേച്ചി സ്ഥലത്തില്ല. അവർ വൈകുന്നേരത്തെ വരുള്ളൂ, എന്നാലേ അറിയാൻ പറ്റുകയുള്ളൂ. പിന്നെ ഞങ്ങളുടെ വീടിന്റെ ബാക്ക് വശത്തെ അടുക്കള വശത്തെ കഥകിലാണ്. അതിങ്ങനെ കഥക് തിക്കി തുറക്കാൻ ഒരു ശ്രമം നടത്തിയിട്ടുണ്ട്. അപ്പം ശബ്ദം കേട്ടിട്ടാണോ ഹസ്ബൻഡ് ബാത്റൂമിൽ പോകാൻ ആ ടൈം ഏകദേശം ആ സമയത്ത് അങ്ങ് എണ്ണീറ്റത്. അപ്പോൾ ലൈറ്റൊക്കെ കിടക്കുന്നതുകൊണ്ടായിരിക്കാം അവിടെ ആ ശ്രമം നടത്താതെ അവർ പോയത്. 4 മണിയൊക്കെ ആയപ്പോൾ ഞാൻ ബാത്റൂമിൽ പോകാൻ വേണ്ടി എഴുന്നേറ്റ് ലൈറ്റിട്ട് ബാത്റൂമിൽ പോയിട്ട് ഇറങ്ങിയിട്ട് ലൈറ്റ് ഓഫ് ചെയ്യാൻ നേരത്ത് പിന്നെ ഡ്രസ്സിങ് ടേബിളിൻ്റെ ഡോർ ഇങ്ങനെ ഫുള്ള് തുറന്ന് കിടക്കുന്നു. അതങ്ങനെ സാധാരണ തുറക്കാറില്ല. തുറന്ന് കിടന്നപ്പോൾ ഞാൻ ഇതെന്താന്ന് നോക്കിയപ്പം ഡ്രോയറും തുറന്ന് വെച്ചേക്കുന്നു. എങ്കിലും എനിക്ക് കള്ളം കയറി എന്നുള്ളൊരു ഡൗട്ടില്ലായിരുന്നു. വന്ന് ഞാൻ ഫ്രണ്ടിൽ വന്ന് ലൈറ്റ് ഇട്ടപ്പോൾ 4:20 ആയപ്പം ഫ്രണ്ടിൽ വന്ന് ലൈറ്റ് ഇട്ടിട്ട് നോക്കി വെറുതെ ചെന്ന് ഡോറ് പിടിച്ച് നോക്കിയപ്പം ഡോറ് ചാരി ഇട്ടേക്കുക. ഡോറ് തുറന്ന് ഒരു ഗ്ലാസ്സും സൈഡിലെ ഗ്ലാസ്സും തല്ലി പൊട്ടിച്ചിട്ടേക്കുന്നു. പിന്നെ മറ്റേ റൂമിൽ ചെന്ന് കയറി നോക്കിയപ്പം ഷർട്ടിൻ്റെ പോക്കറ്റിൽ നിന്ന് അത് ഞാൻ അറിഞ്ഞില്ല. ദിവസം വന്നു കഴിഞ്ഞിട്ടാണ് ഷർട്ടിൻ്റെ പോക്കറ്റിൽ പൈസ ഉണ്ടെന്ന് അറിഞ്ഞത്. അത് 5000 സംതിങ് രൂപ ഉണ്ടായിരുന്നു. അതും പോയി. പിന്നെ ഇവിടെ കിടന്ന ഒരു പാക്കറ്റ് കൊറിയർ വന്ന ഒരു പാക്കറ്റ് സോപ്പ് അങ്ങനെ എന്തോ സാധനം അത്രേ നഷ്ടപ്പെട്ടിട്ടുള്ളൂ. പക്ഷെ ഞങ്ങൾ ഉറങ്ങിക്കിടന്ന് റൂമിൽ കയറി നിന്നത് അറിഞ്ഞില്ല. അതൊരു ഭയങ്കരമായിട്ടുള്ളൊരു ടെൻഷൻ. പ്രദേശത്തെ മറ്റു ചില വീടുകളിലും മോഷണശ്രമം ഉണ്ടായിട്ടുണ്ട്. സംഭവത്തെ തുടർന്ന് കായംകുളം പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി വിശദ പരിശോധന നടത്തി. പ്രദേശത്തെ CCTV ദൃശ്യങ്ങളും പരിശോധിച്ചു. CDNet ന്യൂസ്, കായംകുളം.